നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സെല്ലുലോഡ് മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മേൽവിലാസം, അപ്പൂത്തിക്കിരി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ മാധവ് രാംദാസ് അണിയിച്ചൊരുക്കിയ ഇളയരാജ മലയാളത്തിൽ ഏറെ കാലത്തിനിടയിൽ പുറത്തിറങ്ങിയ ഹൃദയഹാരിയായ ചിത്രമാണ്. ഇന്ത്യ പോലുള്ള ദരിദ്ര രാജ്യങ്ങളിൽ സമൂഹത്തിൽ എപ്പോഴും അസമത്വങ്ങളാൽ അവകാശങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുന്ന ഒരു ജനതയെക്കുറിച്ചാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാധവ് രാംദാസ് സംവിധാനത്തിൽ ഗിന്നസ് പക്രു കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഇളയരാജ എന്ന ചിത്രം. കൃത്യമായ സെറ്റുകൾ, കൃത്യമായ കാസ്റ്റിംഗ്, വ്യത്യസ്തമായ കഥാനുഭവം എന്നിങ്ങനെ നിരവധി കാരണങ്ങളാണ് ചിത്രത്തിന്റെ വിജയക്കൂട്ടിന് പിന്നിൽ. പക്ഷേ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാനുഷികത തന്നെയാണ് ചിത്രത്തെ കൂടുതലായി പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കാൻ കാരണമെന്ന് പിന്നീട് മനസ്സിലാവും. മലയാളത്തിലെ ചെറിയ വലിയ താരമായ ഗിന്നസ് പക്രുവിന്റെ സാന്നിധ്യം പ്രേക്ഷകർക്ക് ഒരു മധുരമായ അനുഭവത്തിലൂടെ തിരിച്ചു നൽകുകയാണ് മാധവ് രാംദാസ് എന്ന സംവിധായകൻ. പ്രേക്ഷകരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ചിത്രമാക്കി ഇളയരാജയെ മാറ്റിയത് അതിന്റെ സ്വാഭാവികതയും സാധാരണത്വവും തന്നെയാണ്. ജയസൂര്യയുടെ കപ്പലണ്ടി എന്ന നൈർമിഷ്യമായ ഗാനത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി മുന്നോട്ടു പോകുന്ന കടല വിൽപ്പനക്കാരനായ വനജകുമാരനെ പറ്റിയാണ് കഥ പറയുന്നത്. പിന്നീട് സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലിൽപ്പെട്ട് തന്റെ പ്രതിഭാശാലികളായ മക്കൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്ക് പിന്തുണ പോലും നൽകാൻ കഴിയാതെ പോകുന്ന വനജകുമാരനെ അടയാളപ്പെടുത്തിയ ചിത്രം സമൂഹത്തിലെ പല അസമത്വങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്. ഏറെ അനുയോജ്യമായ കാസ്റ്റിംഗ് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന വിജയം. ചിത്രം കണ്ടിറങ്ങുമ്പോൾ പല കഥാപാത്രങ്ങളും മനസ്സിൽ തെളിയുമെങ്കിലും കഥയിലുടനീളം നിറഞ്ഞു നിന്നത് ബാലതാരങ്ങളായി എത്തിയ അദിത്, ആർദ്ര എന്നിവർ തന്നെയാണ്. ഒപ്പം പ്രധാന കഥാപാത്രമായി എത്തിയ ഗിന്നസ് പക്രുവും വ്യത്യസ്ത കഥാപാത്രമായി എത്തിയ ഹരിശ്രീ അശോകനും അറിയിച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിഥി വേഷത്തിലെത്തിയ ഗോകുൽ സുരേഷും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ മറന്നില്ല. തൃശ്ശൂരിലെ വടക്കുന്നാഥൻ ക്ഷേത്രമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. അതിന് അർഹമായ പശ്ചാത്തലവും ചിത്രത്തിന് ഒരുക്കിയിട്ടുണ്ട്. ആഡംബരങ്ങളൊന്നുമില്ലാതെ പാകമായ സെറ്റും സജ്ജീകരണങ്ങളും ചിത്രത്തിന് അതിന്റെ സ്വാഭാവികത നിലനിർത്താൻ സഹായിച്ചു. പാപ്പിനു എന്ന ഛായാഗ്രഹന്റെ അനുയോജ്യമായ ദൃശ്യങ്ങളും രതീഷ് വേഗയുടെ മനോഹരമായ സംഗീതവും ചിത്രത്തിന്റെ രുചി കഥയിലുടനീളം നിലനിർത്തി. കഥയുടെ മധ്യഭാഗത്ത് സുരേഷ് ഗോപിയുടെ ആലാപനത്തിലൊരുങ്ങിയ ചെറു ചെറു ചതുരങ്ങൾ എന്ന ഗാനവും ശക്തമായ ഇടപെടൽ നടത്തി. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവരവരുടെ യഥാർത്ഥ വേഷത്തിലെത്തിച്ച റോഷൻജിയുടെ മേക്കപ്പും SB സതീഷിന്റെ വസ്ത്രാലങ്കാരവും പ്രശംസ അർഹിക്കുന്നു. തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും ഒരു വൈകാരികമായ അനുഭവം സമ്മാനിക്കുന്ന ചിത്രമാണ് ഇളയരാജ. സെല്ലുലോഡ് ഒരു ചിത്രങ്ങൾക്കും റേറ്റിംഗ് നൽകാറില്ല. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.